കഴിഞ്ഞ ദിവസങ്ങളിൽ എഥനോൾ മിശ്രിത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വിവാദമാവുകയുണ്ടായി. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ 20% എഥനോൾ മിശ്രിതം കലർത്തിയാൽ നമുക്ക് ഇന്ധന വിലയിൽ കുറവ് വരുത്താൻ സാധിക്കും. ക്രൂഡ് ഓയിൽ വില യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 94 അല്ലെങ്കിൽ 95 രൂപ വിലയ്ക്ക് ഇന്ധനം വിൽക്കാൻ കഴിയുന്നത് എഥനോൾ മിശ്രിതം കൂടി ചേർക്കാൻ കഴിയുമ്പോഴാണ്. അതുകൊണ്ടത് സ്വീകാര്യമാണ് എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ വാഹനം ഉപയോഗിക്കുന്നവരും ടാക്സി ഓപ്പറേറ്റേഴ്സും ഒക്കെ പറയുന്നത് അത് യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ രാജ്യത്ത് നിലവിലുള്ള ഭക്ഷ്യ സുരക്ഷാ സംവിധാനത്തെ തകിടം മറിക്കുമെന്നൊക്കെയാണ്. ഭക്ഷ്യ സാധനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ നിന്നാണ് എഥനോല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭക്ഷ്യ സുരക്ഷയിൽ വീഴ്ചയുണ്ടാകുമെന്നുള്ളതാണ് ആരോപണം. അതേസമയം ഉൽപ്പാദകർ പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തത്, മിച്ചമുള്ളത്, ഉപയോഗശൂന്യമായത് ഒക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൊണ്ടത് കർഷകർക്ക് കൂടുതൽ വില കിട്ടുന്നതിന് സഹായകമായി തീരും എന്നൊക്കെയാണ്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് മറ്റു ചിലർ പറയുന്നത്. അതായത് നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് എഥനോൾ മിശ്രിതത്തിൻ്റെ നിർമ്മാതാക്കൾ. അവർ ചെറിയ തോതിൽ ആരംഭിച്ചതാണ്. 1-2 വർഷത്തിനിടയിൽ 3000 കോടി രൂപയുടെ വിൽപ്പന അല്ലെങ്കിൽ വിപണന മൂല്യമുള്ള കമ്പനിയായിട്ടത് മാറുകയുണ്ടായി. അതുകൊണ്ട് മന്ത്രി ഗഡ്കരിയുടെ മക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വളഞ്ഞ വഴിയിൽ സ്വീകരിക്കുന്ന ഒരു നയമാണ് എഥനോൾ മിശ്രിതത്തിൻ്റെ ഉപയോഗം എന്നാണ് ആക്ഷേപം. അത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യണം. മറ്റൊരു നിരീക്ഷണം, ഗഡ്കരി നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നതിനാൽ ഗഡ്കരിക്ക് തന്നെ തിരിച്ചടിയാകത്തക്ക വിധത്തിൽ ഈ വിഷയം കൂടുതൽ വിവാദമാക്കി വളർത്തിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.